അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ബീഫും ചക്കയും കൂടി ഒന്ന് കുഴച്ചൊരു അടിപൊളി ഒരു ചക്കയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബീഫ് ഇട്ടിട്ട് കുഴച്ച് നല്ല അടിപൊളിയിലൊരു സാധനം നമുക്ക് ഉണ്ടാക്കുക. അതായത് ചക്ക ബിരിയാണി അറിയും, കപ്പ ബിരിയാണി എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ചക്കനോണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്ത് അറിയും, ചക്ക വേവിച്ച് വെച്ചാൽ എന്താ വെച്ചാൽ പുളിച്ചു പോകാൻ വിചാരിച്ചെന്ന് പെട്ടെന്ന് ഞങ്ങൾ വേവിച്ച് ആവിയേറ്റി വെച്ചേന്ന് കേട്ടോ. നല്ല മൂത്തൊരു ചക്കയെന്ന്, അതുകൊണ്ട് ചക്കപ്പം എവിടെയും കിട്ടാനില്ല. അപ്പോൾ കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചാണ്. നമുക്ക് ഇത് വെന്ത് കിടക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അതിൽ അരപ്പിടണം. പിന്നെ അതിന് വേണ്ടിയിട്ട് ലേശം തേങ്ങ, പച്ചമുളക്, കറിവേപ്പ്, കുരുമുളക് ഇച്ചിരി, ഇതൊന്ന് നല്ലപോലെ ഉള്ളി, വെളുത്തുള്ളി 2 അല്ലി, ചുവന്ന ഉള്ളി, അതൊന്ന് നല്ലപോലെ ഒതുക്കിയെടുക്കണം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒതുക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഈ ചക്ക ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടായി. അപ്പം ഞങ്ങൾ രാവിലെ കൊത്തിയിരിഞ്ഞ് പെട്ടെന്ന് നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചതാട്ടോ. അപ്പോൾ അത് അധികം ആൾക്കാരും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല, അതുവരെ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇറച്ചിയും ഉള്ളതുകൊണ്ട് ചക്കയും കിട്ടിയപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കുക, അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ തേങ്ങ ഒതുക്കി വന്നിട്ടുണ്ട്. ചക്ക ഒന്ന് ആവി കയറട്ടെ വിചാരിച്ചു. ഇത് പാരയ്ക്ക് അപ്പം അത് നമ്മൾ അരപ്പ് ഇതിക്കിടണ്ടേ. അപ്പോൾ തേങ്ങയും മുളകും ഉള്ളിയും പിന്നെന്താണ് കറിവേപ്പിൻ്റെ അല്ല കുരുമുളകും, ഇനി അത് നല്ലോണം ആവി കയറി ഒന്ന് മൂടി വെച്ച് ആവി കയറണം. എന്നിട്ട് നമുക്ക് ഇറച്ചി അവിടെ വേവിച്ച് വെച്ചാണ്, ബീഫാണ്. ഇനി ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി ആക്കട്ടെ. നമ്മളൊന്ന് ഇളക്കി നോക്കുക, ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആവി കയറ്റി വെച്ചതെന്ന് വെച്ചാൽ അത് സംഭവം നല്ലോണം വെക്കുന്നു. നമുക്ക് ഈ ഇറച്ചി വേവിച്ച് വെച്ച കുറച്ച് വെള്ളത്തോട് കൂടി ഇപ്പം ഒഴിച്ചു കൊടുക്കും. നല്ലോണം എന്നാണ് മിക്സ. നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ വെക്കണില്ലേ ഇതുപോലെ, ഇതന്നെ സംഭവം. പക്ഷെ ചക്കയാണെന്നുള്ളൂ. കുറച്ച് കറിവേപ്പിൻ്റെ നല്ലോണം ആവി കയറി ആ തേങ്ങൻ്റെയും മുളകിൻ്റെയും ഒക്കെ ചുവന്ന് പോയിട്ട് തീ ലേശം കുറച്ച് വെച്ചിട്ട് ഇനി ഒന്നും കൂടി ഒന്ന് ആവി കയറും. അപ്പം ഒന്ന് മിക്സാണ്. അപ്പോൾ അത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാൽ സീനോ ഒന്ന് നോക്കാം. അത് കയ്യാകാൻ പോയത്. നല്ല ചൂടുണ്ട് ചക്കളെ. അടിപൊളി ടേസ്റ്റാട്ടോ. നമ്മളാദ്യമായിട്ട് ഉണ്ടാക്കുകയാണേ. അപ്പോൾ ഗൈസ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചെയ്യാം. ഓക്കെ,
നല്ല ആവി പറക്കണ ചക്ക. തൊള്ള പൊള്ളിയിട്ട് കേട്ടോ. അടുപ്പത്തു നിന്നാണ് കോരി കൊടുത്തതാവും. ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കട്ടക്കളറിൽ പറയാമല്ലോ. എല്ലാവരും ഇങ്ങനെ പറയണയൊക്കെ അങ്ങനെ വെക്കാന്ന്. അപ്പോൾ ചക്ക കിട്ടി ബീഫുള്ളപ്പം അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട്. ഇത് ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്. നല്ല കട്ടൻ ചായയും വേണം. പാല് കറന്ന് പറ്റില്ല. നല്ല കട്ടൻ ചായയും ഇതും. ഇനി ചായ ഉണ്ടാക്കട്ടെ. ഇന്നിപ്പോൾ നമുക്ക് വൈകുന്നേരം ഇതാട്ടോ. ഇന്ന് ചോറൊന്നുമില്ല. ഇന്ന് ചക്കപ്പുഴുക്കും ചക്കയും ഇറച്ചിയും കുഴച്ചത്. പുഴുക്ക് തന്നെയാണ്. പക്ഷെ പുഴുങ്ങിയിട്ട് ചക്കയും ഇറച്ചിയൊക്കെ പാടിട്ട് എല്ലാം കൂടാണ് മിക്സ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട് അറിഞ്ഞോളൂ. എനിക്കിഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടോ ഒന്ന്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.